94-ാമത്തെ ഗ്രൂപ്പിലുള്ള ആനിയമ്മയാണ് കേട്ടോ. ആനിയമ്മയെ കാണാൻ വന്നിരിക്കുകയാണെന്ന്. അതായത് ഏറ്റവും എൽഡർ ആയിട്ടുള്ള ഞങ്ങളുടെ കൂടെയുള്ള ഒരു അച്ഛനും അമ്മയാണിത്. ഞങ്ങളുടെ ഡയറ്റിലുണ്ട് രണ്ടുപേരും. തീർച്ചയായിട്ടും. പിന്നെ വയസ്സ് ഞങ്ങൾക്ക് കുറച്ചുകൂടി വയസ്സൊക്കെ കുറഞ്ഞ് നല്ല രീതിയിൽ അല്ലെങ്കിലും ആള് എന്താ പറയാ ഏജ് 7 നമ്പറാണെന്ന് പറയത്തില്ല. ആ ഒരൊറ്റ ഇതാണ് നമ്മുടെ ആനിയമ്മ. കാര്യം നല്ല ഹെൽത്തി ആയിട്ട് ഇന്നും നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈൽ എന്നാൽ എൻജോയ് ചെയ്ത് എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് എൻജോയ് ചെയ്ത് മാത്രം പോകുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ്. ഇടയ്ക്ക് വെച്ചൊരു ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായി നമ്മളിൽ നിന്ന് വിട്ടു നിന്നെങ്കിലും തുടർന്ന് പപ്പ പറഞ്ഞു വേണ്ട ഞങ്ങളുടെ ആ മക്കളുടെ ആ ഒരു ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഇതായിരുന്നു നിനക്കെന്ന് പറഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പപ്പയുടെ ഉത്സാഹമാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ തൃശ്ശൂർ എത്തിയിരിക്കുന്നത്. അപ്പൊ പപ്പ പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഈ ഡയറ്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്റാണത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഞാൻ ഇതുവരെ പലതും ഉണ്ട്, പക്ഷേ ഇത് വളരെ എഫക്റ്റീവ്, റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യേ, അപ്പോൾ റിജുവനേറ്റ് ചെയ്യേ, കാരണം അത് വിത്തിനാണ്. അപ്പോൾ വളരെ നിങ്ങൾക്ക് ആർക്കും എല്ലാ ഫുഡും കഴിക്കാം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു. ഞാനൊരു റിട്ടയർഡ് എയർഫോഴ്സ് ഓഫീസറാണ്. 3 വാറിൽ പങ്കെടുത്തുള്ളവർ, 3 വാറിൽ 62, 65, 71 ആക്റ്റീവ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നെ ചോദിക്കാം ഇതിനെ പറ്റിയിട്ട്, എന്നെ കൊണ്ട് ചെയ്യാം. അത്ര വളരെ ഒതന്റിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. വളരെ ഡോക്ടറുണ്ട്. പപ്പ ഇനി വിടത്തില്ല എന്നാണ് മമ്മി പറയുന്നത്. ആനെ പറയാ വിട്ടേക്കുന്നത്. അതെ ആ സന്തോഷം സംശയം പറയില്ല. തീർച്ചയായിട്ടും ഓരോ നട്ട്സ് പറയും ഇത് വേണ്ട ഇത്രയും വേണോ അത് ചെയ്തോ. പിന്നെ അല്ല അത് ഒരു ജെനുവിൻ ആയിട്ടുള്ള കാര്യം കഴിച്ചതിന്റെ ആ ഒരു ഫീലില് കിട്ടുന്ന ജെനുവിൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ്. അതെ തീർച്ചയായിട്ടും. അതെ തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് രണ്ടാമതും നമ്മളെ വിളിക്കാനായിട്ട് ആനിമ പറഞ്ഞു ഞങ്ങളുടെ ഫുഡൊക്കെ എങ്ങനെയാണെന്ന്. ഞാനൊരു 6 മാസം മുമ്പ് ഇത് നിർത്തി. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടായ കാരണം നിർത്തി. പക്ഷേ ഞാനൊരു അതിന് മുമ്പ് ഒരു കൊല്ലം മുമ്പ് ഞാൻ കഴിച്ചു തുടങ്ങിയതാണ്. ഭക്ഷണമൊക്കെ പോർഷനായിട്ട് കഴിക്കാനേ പാടുള്ളൂ എന്ന് മാത്രം. ഡയറ്റിൽ അതിൻ്റെ എല്ലാ പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള ചോറ്, ഉപ്പേരി, കോഴി പൊരിച്ചത്, അത് എയർ ഫ്രയറിൽ, അതുപോലെ തന്നെ മീൻ പൊരിച്ചത്, സലാഡ്, ഇതൊക്കെ ചേർത്ത് വലിയൊരു പ്ലേറ്റിൽ ഒരു ഭാഗം മാത്രം ചോറും ബാക്കിയുള്ള ഭാഗം പച്ചക്കറികളും മാംസവും ഇതൊക്കെ ആയിട്ട് നമ്മളുള്ള ചോറ്. രാവിലെ സ്മൂത്തിയും പാലും, പാലടങ്ങിയിട്ടുള്ള ഒരു സ്മൂത്തി. അതിൻ്റെ ഇടയിൽ അവർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാനായിട്ട് അതും പറയും. അതിൽ ഈ മോനാണ് നമ്മളെ നയിക്കണത്. ഇതിലുള്ള മോനെ എന്ത് ചെറിയ ചോദ്യത്തിനും അപ്പാപ്പ ഉത്തരം തരും വാട്സപ്പിൽ കൂടെ. ഇത് ഏറ്റവും നല്ല കാര്യം. പക്ഷെ ഞാൻ ആദ്യം വലിച്ചുവാരി തിന്നുന്ന ആളായിരുന്നു. എനിക്കൊരു കൺട്രോള് തന്നത് ഈ നാത്തൂൻകുട്ടി, ഈ തസ്നിമോളും ഈ ആങ്ങളക്കുട്ടിയും കൂടി ആയിട്ടാണ്. ഞാൻ മക്കളെ മോനെ മോളേന്ന് വിളിക്കുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു അങ്ങനെ എനിക്ക് പേരറിയില്ലായിരുന്നേ. അപ്പോൾ മുഹമ്മദ് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, അടിച്ചു നോക്കി ആരാന്നറിയില്ല. പക്ഷെ ഞാൻ മോനെയും മോളേന്ന് വിളിച്ചിട്ടേ എനിക്ക് പേരൊന്നും അറിയില്ല. ഇതിപ്പോ തസ്മീന് ഞാൻ ഇപ്പോഴാണ് വിളിക്കണേ. ഞാൻ നാത്തുകുട്ടീനെ തന്നെയാണ് വിളിക്കുന്നത്. സൂപ്പറാണ് കേട്ടോ. എല്ലാവർക്കും ഞാൻ എൻ്റെ ഭക്ഷണ എല്ലാവരോടും ഞാൻ പറയുന്നത്, നമ്മുടെ ഭക്ഷണത്തോടുള്ള അമിത ആർത്തിയൊക്കെ പോകും. നമ്മളൊരു കൺട്രോളിൽ വരും. പിന്നെ നമ്മളൊന്നും കണ്ടിട്ട് പിന്നെ കൂടുതൽ കഴിക്കില്ല. നമുക്ക് അത്രേ വേണ്ടോന്നുള്ളൊരു അതെ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇത്രയും നല്ല ഒരു ഇത്രയും എന്താ പറയാ നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു ഏജ് നമ്പർ മാത്രമാണ് ആ ഒരു പ്രായത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. 71 ആയിട്ടോ. പ്രായം പറയാൻ പാടില്ല കേട്ടോ. നമ്മുടെ അമ്മയെ കണ്ടാന്നും പറയത്തൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ തോന്നും. ഈ അസുഖം വന്നാൽ പിന്നെ എനിക്ക് ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് വീണ്ടും ഞങ്ങൾ വന്നതാണ്. അപ്പൊ ഇത്രയും നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ഡയറ്റ് കൊണ്ടുപോകാൻ പറ്റുന്നതിന് ഏറ്റവും നല്ലൊരു തെളിവാണ്. അപ്പൊ ആർക്കെങ്കിലും കഴിക്കാം എന്നുള്ളൊരു തെളിവാണ് ഈ അല്ലെ അതിനുള്ളൊരു ആൻസറാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. നല്ലൊരു ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാതെ നമ്മുടെ പപ്പായും മമ്മായും ഒക്കെ പോലെ തന്നെ എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് നമ്മുടെ കൂടെ കൂടി നല്ലൊരു ഡയറ്റ് ചെയ്യാം. ഞാൻ ആദ്യം 93 ജോയിൻ ചെയ്യുമ്പോൾ ഞാനൊരു 78 ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ 72. എന്ന് വെച്ചാൽ ഞാൻ 6-7 മാസം അത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നാൾ തിരിയാതെ 2 എനിക്ക് ചൊറിച്ചിലോ ഞാൻ സുന്ദരിയായി പോയി വരെ മരുന്ന് കഴിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ ആകെ 2ാമതും കോലം കെട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ 2ാമതും വരെ തുടങ്ങുന്ന ആകെ നിനക്ക് മുഖമൊക്കെ ക്ഷീണമായി വരികയാണ്. അപ്പം ഞാൻ 2ാമത് തുടങ്ങും. നമുക്ക് തല ചൊറിച്ചില്, ശരീരത്തൊന്നും ഒരു അതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതൊക്കെ മാറും. എന്നാലും ഒരുപാട് താങ്ക്സ്. അപ്പൊ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ആനിയമ്മയുടെ പപ്പാടെ ഒപ്പമാണ് ഞങ്ങൾ ഇന്ന്. അപ്പൊ എന്തായാലും എൻ്റെ ജന്മദിനം കൂടെ ഇന്നത്തെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു സന്തോഷ റിവ്യൂ ആണിത്. എന്തായാലും ഒരുപാട് താങ്ക്സ് പപ്പായ്ക്കും മമ്മായ്ക്കും. ഓക്കെ.